ശ്രീകൃഷ്ണ പരുന്തിൻ്റെ സാന്നിധ്യത്തോടു കൂടെ നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. പാനവിശേഷങ്ങളും ഐതിഹ്യവുമായിട്ടുള്ള ഒരു വീഡിയോ ചാനലിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ പാനപ്പന്തലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരു സൈഡിൽ അതാ ചെണ്ടയും പറയും എല്ലാം വെച്ചിട്ടുണ്ട്. ആളുകളൊക്കെ അങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലത്ത് പാനപ്പെടുത്തതിന് ശേഷമുള്ള ഇടവേളയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് സൈഡിൽ കൂടെ. അങ്ങനെ നമുക്കിനി ഒന്ന് തറവാടിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇതൊരു നാലുകെട്ട് തറവാടാണ് കേട്ടോ. അങ്ങനെ ഭഗവതി ഇവിടെ കുടിയിരുത്തിയിരിക്കുന്ന അറയാണ് ഇവിടെ കാണുന്നത്. ആളുകൾ തൊഴുകുന്നൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരു അറയുണ്ട്. ആ അറയിലാണ് നമ്മുടെ കാരണവന്മാരെല്ലാവരും പാനയുടെ ഒരുക്കത്തിൻ്റേതായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നൊരു സ്ഥലമാണ് അവിടെ കണ്ടത്. ഈ ഒരു ഇടവേളയിലാണ് നമുക്ക് കഞ്ഞി, അതായത് ഈ പാനയുടെ ഇവിടുത്തെ പ്രസാദമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ആ പ്രസാദ വിതരണം നടക്കുന്നൊരു സമയമാണ് ഈ ഒരു ഇടവേള. അങ്ങനെ പ്രസാദ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാനക്കഞ്ഞി, പുഴുക്ക് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തറവാടിൻ്റെ ഒരു ബാക്ക് വശമാണ് കേട്ടോ. ആ സൈഡിൽ കുറേ മരങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ തണലിലിരുന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഞ്ഞിക്ക് ശേഷം അടുത്ത വലത്ത് പാനപ്പെടുത്താണ് ഇവിടെ നടക്കുക. അപ്പോൾ വീണ്ടും പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇവരുടെ ഈ ചുവടുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ചുവടുകളൊക്കെ ഭയങ്കര പതുക്കെയായിരിക്കും. പിന്നീട് ഇങ്ങനെ ചുവടുകൾക്ക് വേഗത കൂടി വരികയാണ് ചെയ്യുക. നല്ല രസമാണ് കേട്ടോ അത് കണ്ടിരിക്കാൻ.
ഇപ്പോൾ നമ്മൾ കാണുന്നത് പാന 2-ാം ദിവസത്തെ പുലർച്ചെയുള്ള കാഴ്ചകളാണ്. രണ്ടാം ദിവസമാണ് കേട്ടോ കനൽച്ചാട്ടമൊക്കെ ഉണ്ടാവുക. അങ്ങനെ കനൽച്ചാട്ടത്തിൻ്റെ അവിടെ പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വെളിച്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് 5-6 വർഷങ്ങൾക്കപ്പുറമായി. കനൽച്ചാട്ടം തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് വെളിച്ചപ്പാട് വന്ന് അരി എറിഞ്ഞിട്ട് അതിനുശേഷം ആദ്യം വെളിച്ചപ്പാട് കനൽ ചാടും. അതിനുശേഷമാണ് പാന പിടിച്ച എല്ലാവരും കനൽച്ചാട്ടത്തിൽ പങ്കുകൊള്ളുക. അതുപോലെ നമ്മുടെ പാന അവസാനിക്കുമ്പോൾ ഗുരുതി അർപ്പിക്കുന്നതും ഒക്കെ വെളിച്ചപ്പാടാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ഥാനം വേറൊരാൾക്ക് കൈമാറിയിട്ടില്ല. ചാടി വന്നതിന് ശേഷം മണ്ഡപം തകർക്കുന്നതോടുകൂടെ പാന അവസാനിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.